ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 244 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 24,206 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 793 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 58,045 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് 869 പോയിൻറ്റ്സ് ഉയർന്ന് 63,036 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 295 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 19,416 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 12.25 സെൻസെക്സ് 77,569 ക്ലോസ് ചെയ്തപ്പോൾ 827 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. ഇന്നത്തെ DIA-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DIA 2019 കോടിയുടെ നെറ്റ് ബൈയിങ് ആയിരുന്നു DIAയുടെ ഭാഗത്തുനിന്നുണ്ടായത്. FIയുടെ ഭാഗത്തു നിന്നും 2,603 കോടിയുടെ നെറ്റ് ബൈയിങ് ആയിരുന്നു ഇന്ന് നടന്നത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,430 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 24,398 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 23,882 ക്ലോസ് ചെയ്തു, തേഴ്സ്ഡേ 23,962 ക്ലോസ് ചെയ്തു, ഫ്രൈഡേ ഇന്ന് 24,206 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റി ആകെ 64 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 0.26% ഫോളോ നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തിന് മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1, 2026 26,129 നിഫ്റ്റി ഇന്ന് 24,206 നിൽക്കുമ്പോൾ 7.36% ലോസാണ് ഈ വർഷം നമുക്ക് നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 31 ജൂലൈ 2025 24,768 നിഫ്റ്റി ഇന്ന് 24,260 നിൽക്കുമ്പോൾ 2.27% ലോസാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,104 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 876 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് അബൌവ് 3% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ 26,860 ക്ലോസ് ചെയ്തപ്പോൾ 184 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി എനർജി 403 പോയിൻറ്റ്സ് ഉയർന്ന് 39,242 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 348 പോയിൻറ്റ്സ് ഉയർന്ന് 26,831 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 39 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 49,310 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 16,337 ക്ലോസ് ചെയ്തപ്പോൾ 30 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 9,429 ക്ലോസ് ചെയ്തപ്പോൾ 103 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി IT 539 പോയിൻറ്റ്സ് ഉയർന്ന് 28,010 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1 പോയിൻറ്റിന് ഉയർച്ചയുണ്ടായി 1,484 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 185 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 12,688 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,177 ക്ലോസ് ചെയ്തപ്പോൾ 144 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫാർമ 17 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 25,674 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 248 പോയിൻറ്റ്സ് ഉയർന്ന് 8,451 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 938 പോയിൻറ്റ്സിൽ ക്ലോസ് ചെയ്തപ്പോൾ 31 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ജിയോ ഫിനാൻസ് ഇന്ന് 3.68% റാലി നടത്തി. HDFC ലൈഫ് 2.87% റാലി നടത്തി. അദാനി എന്റർപ്രൈസ് 2.39%, SBI ലൈഫ് 2.26%, റിലയൻസ് 2.19%, ഭാരത് ഇലക്ട്രിക് 2.13%, ആക്സിസ് ബാങ്ക് 2.01%, ടെക് മഹീന്ദ്ര 2%, TMPV 1.95% ആൻഡ് ടാറ്റ സ്റ്റീൽ 1.75% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡി 1.99% ഫോളോ കണ്ടു. ഇറ്റേണൽ 0.96% ഫോളോ നടത്തി. ഭാരതി എയർടെൽ 0.55%, നെസ്ല ഇന്ത്യ 0.55%, സൺഫ്ലവർ ഫാർമ 0.17%, കോൾ ഇന്ത്യ 0.14%,
Cipla 0.13%, ITC 0.11%, Apollo Hospital 0.05%, and Trend 0.04% ഫോളോ കണ്ടു. ഇതിൻ്റെ ബയോ സെല്ലർ റെക്കമെൻഡേഷനില്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത നമുക്ക് വീക്കിലെ സമ്മറി നോക്കാം. ഈ ആഴ്ചത്തെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ആഴ്ചത്തെ DII-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ, ഈ ആഴ്ച DI-യുടെ ഭാഗത്തു നിന്ന് ഒരു ദിവസം മാത്രമേ സെല്ലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും DI നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഈ ആഴ്ച ആകെ 8,275 കോടിയുടെ നെറ്റ് ബൈങ് ആയിരുന്നു DI-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. FIയുടെ ഭാഗത്തു നിന്ന് തേഴ്സ്ഡേ മാത്രമേ സെല്ലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും FI ഈ ആഴ്ച പതിവിലും വിപരീതമായി നെറ്റ് ബൈങ് ആണ് നടന്നത്. FIയുടെ ഭാഗത്തു നിന്ന് ആകെ ഈ ആഴ്ച 4,669 കോടി രൂപയുടെ നെറ്റ് ബൈങ് ഉണ്ടായി. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് വരെയുള്ള ഡീറ്റെയിൽസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് 107 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.19% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് 1.36% റാലി നടത്തിയപ്പോൾ 846 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 241 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 1.26% റാലി നടത്തി. സെൻസെക്സ് 194 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്, 0.25% ഫോള് നടത്തി ഈ ആഴ്ച. അടുത്ത സെക്ടർ വൈസിൻ്റെ സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് വരെയുള്ള ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിഫ്റ്റി ഓട്ടോ 0.47% ഫോള് നടത്തി, 127 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 63 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.16% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 44 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.16% ഫോള് നടത്തി. നിഫ്റ്റി FMCG 785 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 1.57% ഫോള് കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 103 പോയിൻറ്റ്സ് കുറവുണ്ടായി, 0.63% ഫോള് നടത്തി. നിഫ്റ്റി ഇൻഫ്ര 44 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.46% ഫോള് കണ്ടു. നിഫ്റ്റി IT 2.08% റാലി നടത്തിയപ്പോൾ 571 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മീഡിയ 28 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.85% ഫോളോ നടത്തി. നിഫ്റ്റി മെറ്റൽ 90 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി, 0.72% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 41 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.37% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 71 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.28% ഫോളോ നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 44 പോയിൻറ്റ്സ് ഉയർന്ന് 0.52% റാലി നടത്തി. ആൻഡ് നിഫ്റ്റി റിയാലിറ്റി 47 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഈ ആഴ്ച ഉണ്ടായി, 5.37% റാലി നടത്തി. ഇതാണ് ഇന്നത്തെ പ്രധാനമായ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.